ഹായ് മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. 9ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ ഒന്നായിട്ടുള്ള എലോങ് ദ കോസ്റ്റ്, തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് ചരിത്രം പറയുന്ന ചെറിയൊരു പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണം, എൻ്റെ മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടണം. അതൊരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, കൊടുത്തിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വരുന്നതും നമ്മുടെ തീരപ്രദേശത്താണല്ലോ അദ്ദേഹം ആദ്യമായിട്ട് വന്നിറങ്ങുന്നത്. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഏതാ? തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഇൻട്രഡക്ഷൻ ആണ് അല്ലെ. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് എന്ത് ചെയ്യുന്നത്, വാസ്കോ ഡ ഗാമ വന്നിറങ്ങുന്നത്. നമ്മുടെ എ ജേർണൽ ഓഫ് ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വരികളാണ് കേട്ടോ. അത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ എപ്പോഴും നല്ല രീതിയിൽ ജനനിബിഡമായി മാറുന്നത്, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് തീരപ്രദേശങ്ങളിൽ വരുന്നത് എന്നുള്ളതാണ്. എന്തായിരിക്കും ഇതിന്റെ കാരണങ്ങൾ? മക്കളൊന്ന് പറഞ്ഞു നോക്കേ. ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീരപ്രദേശങ്ങളിൽ എപ്പോഴും നിരപ്പായിട്ടുള്ള അല്ലെ, ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കും. ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള നിരപ്പായിട്ടുള്ള സർഫേസ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അവിടെ വീടുകൾ കെട്ടാനും റോഡുകൾ വെട്ടാനൊക്കെ എന്തായിരിക്കും, നല്ല സൗകര്യമായിരിക്കും അല്ലെ. രണ്ടാമത്തെ ഒരു കാരണം എന്താ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ അല്ലെ, ജലലഭ്യത എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അടുത്തൊരു കാര്യം ആലോചിച്ച് നോക്കൂ, അതായത് ജലഗതാഗതം, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും ഇവിടെ തീരപ്രദേശങ്ങളിൽ അല്ലെ. പിന്നെ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും, ഒരു മിതമായിട്ടുള്ള കാലാവസ്ഥ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ എന്താണ്, ഈ തീരപ്രദേശങ്ങളിൽ കോസ്റ്റൽ പ്ലെയിൻസ് ഏരിയാസ് എന്തായിരിക്കും, എപ്പോഴും ഹൈലി പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളായിരിക്കും, ജനനിബിഡമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്ത്യയുടെ ഒരു കേസിലേക്ക് വരാം. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മുടെ ഹരിയാനയ്ക്ക് ഉണ്ടോ? ഇല്ല. മധ്യപ്രദേശിനുണ്ടോ? ഇല്ല. പക്ഷെ വളരെ കുറച്ച് സംസ്ഥാനങ്ങളെ എന്ത് ചെയ്യുന്നുള്ളൂ, സമുദ്രമട അല്ലെങ്കിൽ കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നുള്ളൂ. ഏകദേശം 7517 കിലോമീറ്റർ ആണ് എന്ത് നമ്മുടെ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ എന്തുകൂടെ ഉൾപ്പെടും, നമ്മുടെ ദ്വീപുകളായിട്ടുള്ള ലക്ഷദ്വീപ്, അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അല്ലെ. ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ഐലൻഡുകളുടെ എന്താണ് കോസ്റ്റൽ ലെങ്ത് കൂടി കൂട്ടിയിട്ട് നമ്മുടെ ടോട്ടൽ കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത്, തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? 7517 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തീരപ്രദേശത്തിന്റെ ഒരു മാപ്പ് നോക്കാം. ഇതാണ് എന്ത് നമ്മുടെ ഇന്ത്യയുടെ തീരപ്രദേശം എന്ന് പറയുന്നത് അല്ലെ. ഗുജറാത്തിന്റെ ഇവിടെ നിന്നൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ഇതാണ് ഇത് നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. ഇതാണ് ഇത് ഇന്ത്യയുടെ തീരപ്രദേശം. ഈ തീരപ്രദേശത്തെ നമ്മൾ രണ്ടെണ്ണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് തീരപ്രദേശത്തിന്റെ ഈ ഒരു ഭാഗം ഏതാണ്, കിഴക്ക് ഭാഗം അല്ലെ. ഇതിന് നമ്മൾ എന്ത് വിളിക്കും, കിഴക്കൻ തീരസമതലം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കിഴക്കൻ തീരസമതലം. അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് വിളിക്കും. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. എന്നാൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്താ വിളിക്കുക, ഇത് നമ്മുടെ പടിഞ്ഞാറൻ ഭാഗമാണ് അല്ലെ. അതുകൊണ്ട് ഇതിനെന്ത് വിളിക്കും, പടിഞ്ഞാറൻ തീരസമതലം അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് വിളിക്കും. അപ്പൊ ഇന്ത്യയുടെ തീരപ്രദേശത്ത് നമ്മൾ രണ്ടെണ്ണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറൻ തീരസമതലം, അതുപോലെ തന്നെ കിഴക്കൻ തീരസമതലം അല്ലെ. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കിഴക്കൻ തീരസമതലവും പടിഞ്ഞാറൻ തീരസമതലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ താരതമ്യം അല്ലെ, ഒന്ന് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയും, എഴുതാൻ പറയും അല്ലെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് കൂടിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. ആദ്യം നോക്കൂ, നമ്മുടെ അതിന്റെ ലൊക്കേഷൻ നോക്കാം അല്ലെ. ആദ്യം നമുക്ക് ഏത് പഠിക്കാം, കിഴക്കൻ തീരസമതലത്തെ കുറിച്ച്. നമുക്ക് ആദ്യം പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് പഠിക്കാം അല്ലെ. പടിഞ്ഞാറൻ തീരസമതലം എന്ത് ചെയ്യുന്നു, അതായത് ലൈങ് ബിറ്റ്വീൻ പെനിൻസുലാർ പ്ലാറ്റു ആൻഡ് അറേബ്യൻ സീ അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അറബിക്കടൽ എവിടെ? ഇതാണ് ഇത് നമ്മുടെ അറബിക്കടൽ അല്ലെ. ഇതാണിത് അറബിക്കടൽ. ഇതാണിത് പെനിൻസുലാർ പ്ലാറ്റു അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഇത് നമ്മുടെ
പടിഞ്ഞാറൻ തീരസമതലം. ഓക്കെ അല്ലേ? എന്നാൽ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് നോക്കൂ. എന്താണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ്? ലൈങ് ബിറ്റ്വീൻ ഈസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ബേ ഓഫ് ബംഗാൾ അല്ലെ. അതായത് ബംഗാൾ ഉൾക്കടൽ. ഇത് ഏതാണ്? ബംഗാൾ ഉൾക്കടൽ അല്ലെ. ഈ ബംഗാൾ ഉൾക്കടലിനും അതുപോലെ തന്നെ പൂർവ്വഘട്ടത്തിനുമിടയിലായിട്ട് ഇവിടെ എന്തുണ്ട്? പശ്ചിമഘട്ടമുണ്ട്, ഇവിടെ എന്തുണ്ട്? പൂർവ്വഘട്ടമുണ്ട് അല്ലെ. അപ്പൊ ഈ പൂർവ്വഘട്ടത്തിനും അതുപോലെ തന്നെ ഇതാണ് ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിനും ഇടയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഈസ്റ്റേൺ കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ലൊക്കേഷൻ ഓക്കെ അല്ലേ? കിഴക്കൻ തീരസമതലം എവിടെ? എന്തിന് ബിറ്റ്വീൻ ആയിട്ടാണ് കിടക്കുന്നത്? നമ്മുടെ പൂർവ്വഘട്ടത്തിന് അല്ലെ, അതായത് നമ്മുടെ ഈസ്റ്റേൺ ഘട്ടിനും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിനും ഇടയിലായിട്ട് കിടക്കുന്നു. എന്നാൽ നമ്മുടെ വെസ്റ്റേൺ, അതായത് പടിഞ്ഞാറൻ തീരസമതലം എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ എന്താണ്? നമ്മുടെ പ്ലാറ്റ്യൂ ഉണ്ട് അല്ലെ, ഉപദ്വീപീയ പീഠഭൂമി ഉണ്ട്, ഇവിടെ ഏതുണ്ട്? ഇവിടെ അറബിക്കടലുണ്ട് അല്ലെ. ഇതിന്റെ ഇടയിലായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം എന്ത് ചെയ്യുന്നു? കിടക്കുന്നു. അടുത്തൊരു പോയിന്റ് എന്താ? Stretching from the Kutch in Gujarat to Kanyakumari for about 1840 അല്ലെ, അതായത് 1840 കിലോമീറ്റർ ആണെന്ത് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. എത്രയാണ്? 1840 കിലോമീറ്റർ. എവിടെ തൊട്ടാ? അതായത് ഗുജറാത്തിലെ കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ അല്ലെ. ഗുജറാത്തിലെ കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന എത്ര നീളത്തിലെ? 1840 കിലോമീറ്റർ നീളത്തിലെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത് പടിഞ്ഞാറൻ തീരസമതലം. ഓക്കെ അല്ലേ? ഈ ഗുജറാത്തിലുള്ള നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനൊക്കെയുമായിട്ട് അതിർത്ത് പങ്കിടുന്ന പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് ഇത് കച്ച് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയുള്ള ഒരു തടാകം, അതായത് മഴക്കാലത്ത് അത് എന്ത് ചെയ്യും? വെള്ളക്കെട്ടൊരു തടാകം പോലെയൊക്കെ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. എന്നാൽ എന്താണ്? വേനൽക്കാലമായി കഴിഞ്ഞാൽ എന്താണ്? അതൊരു മരുഭൂമി പോലെ അല്ലെ, ഉപ്പൊക്കെ ഉള്ള ഒരു മരുഭൂമി പോലെ എന്ത് ചെയ്യും? ആക്ട് ചെയ്യുന്ന ഒരു മണലൊക്കെ ഉള്ള ഒരു മരുഭൂമി പോലെ ആക്ട് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇത് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ നമ്മുടെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മുടെ കിഴക്കൻ തീരസമതലം എവിടെയാണ്? സ്ട്രെച്ചിങ് ഫ്രം മഹാനദി ഡെൽറ്റ അല്ലെ, മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. എത്ര കിലോമീറ്റർ? ഏകദേശം 1800 കിലോമീറ്റർ അല്ലെ. ഏകദേശം എത്രയാണ് ലെങ്ത്? 1800 കിലോമീറ്റർ. ഇതെത്രയാണ്? 1840 കിലോമീറ്റർ. ഇതോ 1800 കിലോമീറ്റർ. എവിടെ തൊട്ട്? മഹാനദി ഡെൽറ്റ മുതൽ എവിടെ വരെ? നമ്മുടെ ഈ ഒരു കന്യാകുമാരി വരെ. എന്നാൽ ഈ ഒരു സൈഡ് എവിടെ തൊട്ടാ? ഗുജറാത്തിലെ കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ. ഇതാണെങ്കിലോ മഹാനദി മുതൽ എവിടെ വരെ? നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ നിന്നു വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, വീതി 15 കിലോമീറ്റർ ആണ്. അതായത് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 15 കിലോമീറ്റർ ആണ്. ഓക്കെ, എന്താണ് നമ്മുടെ കിഴക്കൻ തീരസമതലം ഫോം ചെയ്തിരിക്കുന്നത്? വാസ് ഫോംഡ് ആസ് എ റിസൾട്ട് പ്രോസസ്ഡ് ബൈ പെനിൻസുലാർ റിവേഴ്സ് ലൈക്ക് മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപപ്പെട്ടതാണ് ഏത് നമ്മുടെ കിഴക്കൻ തീരസമതലം. അതുകൊണ്ട് തന്നെ കിഴക്കൻ തീരസമതലം ഒന്നും കൂടി എന്താണ്? ഒന്നും കൂടിയും വ്യാപകമായിട്ട് കിടക്കുന്ന, വിശാലമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇത് നമ്മുടെ കിഴക്കൻ തീരസമതലം എന്നുള്ളത് അല്ലെ. ഏതൊക്കെ നദികള്? കൃഷ്ണ, ഗോദാവരി, മഹാനദി തുടങ്ങിയ നദികളൊക്കെ വലിച്ചു കൊണ്ടുവരുന്ന എന്തുണ്ടാവും? ഡെപ്പോസിറ്റുകൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു തീരപ്രദേശമാണ് ഏത് നമ്മുടെ കിഴക്കൻ തീരസമതലം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ്മർജ്ഡ് കോസ്റ്റ്, അതായത് താഴ്ത്തപ്പെട്ട തീരപ്രദേശമാണ്. അതെന്താ പറയുക? നമുക്കറിയാം നമ്മുടെ കേരളമൊക്കെ കാണപ്പെടും നമ്മുടെ ഈ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് കടൽ എന്തായിരിക്കും? കുറച്ച് താഴ്ന്നിട്ടായിരിക്കും കിട്ടുക. പ്ലേറ്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് എന്താണ്? അതൊരു സബ്മർജ് ആയിട്ട് പോയിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഈ ഒരു പടിഞ്ഞാറൻ തീരഭാഗത്തെ തീരപ്രദേശങ്ങളാണ്. ഓക്കെ, എന്നാൽ കിഴക്കൻ തീരപ്രദേശത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും? ഇറ്റ്സ് എൻ എമർജ്ഡ് കോസ്റ്റ്, അതായത് ഉയർത്തപ്പെട്ട തീരമാണ് അല്ലെ. എന്നാൽ ഇവിടെ എന്തായിരുന്നു? ഇറ്റ്സ് എ സബ്മർജ്ഡ് കോസ്റ്റ്, അതായത് താഴ്ത്തപ്പെട്ട
തീരമായിരുന്നു. ഓക്കെ, കമ്പാരിറ്റീവ്ലി നമ്മുടെ കിഴക്കൻ തീര സമതലത്തിന് വളരെ വീതി കുറവാണ് അല്ലെ. ഇടുങ്ങിയ ഭൂപ്രദേശമാണ്, നാരോ സ്ട്രൈറ്റ് ആണ് ഇത് നമ്മുടെ പടിഞ്ഞാറൻ തീരപ്രദേശം എന്നുള്ളത്. പക്ഷെ കിഴക്കൻ തീരപ്രദേശം എന്താണ്? ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി വൈഡർ, താരതമ്യേന എന്താണ്? വീതി കൂടുതലാണ്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ ഭാഗത്തൊന്നും ഒരു ബാക്ക് വാട്ടേഴ്സോ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലേക്കുകളും നമ്മുടെ എന്താ പറയുക കായലുകളും കാര്യങ്ങളൊക്കെ എവിടെ കാണപ്പെടുന്നു? നമ്മുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്നു. എന്നാൽ നമ്മുടെ കിഴക്കൻ തീരപ്രദേശത്തേക്ക് നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് ഡെൽറ്റകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. നമ്മുടെ പടിഞ്ഞാറൻ തീര സമതലത്തെ നമ്മൾ മൂന്നെണ്ണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നെണ്ണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഗുജറാത്ത് കോസ്റ്റ് അല്ലെ, ഗുജറാത്ത് തീരം. പിന്നെ അതാണ് കൊങ്കൺ കോസ്റ്റ് അല്ലെ, കൊങ്കൺ തീരം. പിന്നെ അതാണ് മലബാർ കോസ്റ്റ് അല്ലെ, മലബാർ തീരം. ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, ദെൻ മലബാർ കോസ്റ്റ്. നമ്മുടെ കിഴക്കൻ തീരത്ത് നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതാണ്? നോർത്തേൺ സിർക്കാർസ് അല്ലെ, വടക്കൻ സിർക്കാസും അതുപോലെ തന്നെ കൊറമാൻഡൽ കോസ്റ്റ് അല്ലെ, കൊറമാൻഡൽ തീരവും. അപ്പൊ ഒന്നുകൂടി പറയും മക്കളെ, അതായത് നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് നമ്മൾ മൂന്നെണ്ണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. നമ്മുടെ കിഴക്കൻ തീരത്ത് നമ്മൾ മൂന്നെണ്ണായിട്ട്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിനെ രണ്ടെണ്ണായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? നോർത്തേൺ സിർക്കാർസും അതായത് വടക്കൻ സിർക്കാർസും പിന്നെ ഏതാണ്? പിന്നെ കൊറമാൻഡൽ തീരവും അല്ലെ. അങ്ങനെ രണ്ടെണ്ണമായിട്ട് എന്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? മാപ്പിൽ നോക്കാം ഇത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അല്ലെ. ഓക്കെ, ഇതാണ് മാപ്പ്. ഈ മാപ്പിൽ ഈ ഒരു തീരം ഏതാണ്? ഈ ഒരു തീരം ഏകദേശം എന്താണ്? ഇത് നമ്മുടെ ഗുജറാത്ത് തീരമാണ് അല്ലെ. ഈ ഗുജറാത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു തീരപ്രദേശത്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഗുജറാത്ത് തീരം. ഓക്കെ, ഈ ഒരു തീരം നമ്മുടെ ഏകദേശം ഈ ഒരു യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു തീരം അല്ലെ, ഇതേതാ തീരം? ഇറ്റ്സ് നോൺ ആസ് കൊങ്കൺ കോസ്റ്റ്. എന്താ വിളിക്കുക? കൊങ്കൺ കോസ്റ്റ്. നമ്മുടെ ഏതാണ്? മഹാരാഷ്ട്ര അതുപോലെ ഗോവയൊക്കെ വരുന്ന ഒരു ഭാഗമില്ലേ, അതിന് നമ്മൾ എന്താ വിളിക്കുക? കൊങ്കൺ കോസ്റ്റ് എന്ന് വിളിക്കും അല്ലെ. പിന്നെ നമ്മുടെ കർണാടകയുടെ സൗത്ത് മുതൽ, കർണാടകയുടെ ദക്ഷിണ ഭാഗം സൗത്ത് മുതൽ നമ്മുടെ കേരളത്തിന്റെ തീരൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു തീരത്ത് നമ്മൾ എന്താ വിളിക്കുക? മലബാർ തീരം എന്ന് വിളിക്കുക. മലബാർ കോസ്റ്റ് അല്ലെങ്കിൽ മലബാർ തീരം. അപ്പം നമ്മുടെ പടിഞ്ഞാറൻ തീര സമതലത്തെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിനെ മൂന്നെണ്ണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈ ഒരു ഭാഗം ഏതാണ്? ഗുജറാത്ത് കോസ്റ്റ് അല്ലെ, ഗുജറാത്ത് തീരം. രണ്ടാമത്തത് ഏതാണ്? കൊങ്കൺ കോസ്റ്റ്, കൊങ്കൺ തീരം. ദെൻ മൂന്നാമത്തത് ഏതാണ്? മലബാർ കോസ്റ്റ്, നമ്മുടെ മലബാർ തീരം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? കിഴക്കൻ തീര സമതലത്തെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നോക്കാം അല്ലെ. രണ്ടെണ്ണായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വടക്കൻ സിർക്കാസ് അല്ലെ, നോർത്തേൺ സിർക്കാർസും പിന്നെ ഏതാണ്? കൊറമാൻഡൽ കോസ്റ്റും. അപ്പൊ നോക്കാം, നോർത്തേൺ സിർക്കാർസ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒഡീഷ ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗത്താണ് ഇത് നോർത്തേൺ സിർക്കാസ് വരുന്നത് അല്ലെ. നമ്മുടെ തമിഴ്നാടും ആന്ധ്രാപ്രദേശിന്റെ ഈ തെക്ക് ഭാഗമൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് ഇത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? കൊറമാൻഡൽ കോസ്റ്റ്. എന്താണ്? കൊറമാൻഡൽ തീരം. ഓക്കെ അല്ലേ? ഈ ഒരു കാര്യങ്ങൾ ഓരോന്നും ഗുജറാത്ത് കോസ്റ്റിനെ കുറിച്ചിട്ടും കൊങ്കൺ കോസ്റ്റിനെ കുറിച്ചിട്ടും മലബാർ കോസ്റ്റിനെ കുറിച്ചിട്ടും അതുപോലെ വടക്കൻ സിർക്കാസിനെ കുറിച്ചിട്ടും അതുപോലെ കൊറമാൻഡൽ തീരത്തെ കുറിച്ചിട്ടൊക്കെ ഈച്ച് ആൻഡ് എവറി പാർട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും? ഇനി അടുത്ത ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടില്ല ഇതൊക്കെ എവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഈ വടക്കൻ കിഴക്കൻ തീരവും അതുപോലെ പടിഞ്ഞാറൻ തീരം അല്ലെ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അതൊരു കമ്പാരിസൺ എന്ത് ചെയ്യാം? ഒന്നുകൂടെ പറഞ്ഞു നോക്കാം അല്ലെ. നോക്കാം, ആദ്യം നമുക്ക് ഇത് പറയല്ലേ. അതായത് നമ്മുടെ ഈ വെസ്റ്റേൺ പടിഞ്ഞാറൻ തീര സമതലം ഗുജറാത്തിലെ കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ അല്ലേ? ഇത് എവിടെ തൊട്ട് വ്യാപിച്ചു കിടക്കുന്നു? ഇത് മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ അല്ലെ, ഏകദേശം സുന്ദർബൻസ് ഡെൽറ്റ എന്നൊക്കെ പറയില്ലേ, അവിടേക്ക് തൊട്ട് എവിടെ വരെ? നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കും. ഓക്കെ അല്ലേ? ഈ ഒരു പ്രദേശം എന്തിനിടയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? പെനിൻസുലാർ പ്ലാറ്റ്യൂവിനും അതുപോലെ അറബിക് കടലിനും ഇടയിലായിട്ട് എന്ത് ചെയ്യുന്നു? വ്യാപിച്ചു കിടക്കുന്നു. എന്നാൽ ഇതെവിടെയാണ്? ബംഗാൾ ഉൾക്കടലിനും അതുപോലെ തന്നെ പൂർവ്വഘട്ടം അല്ലെ, നമ്മുടെ ഏതാണ്? ഈസ്റ്റേൺ ഘട്ടിനും ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈസ്റ്റേൺ തീരം അല്ലെങ്കിൽ കിഴക്കൻ തീര സമതലം. ഓക്കെ, പടിഞ്ഞാറൻ തീര സമതലം എന്താണ്? വളരെ നാരോ ആണ്, വീതി കുറവാണ്.
എന്നാൽ കിഴക്കൻ തീരസമതലം എന്താണ് റിലേറ്റീവ്ലി വൈഡർ ആണ് അല്ലെ, കുറച്ചൊക്കെ എന്തുണ്ട്, വീതി ഉണ്ട്. ഇവിടെ എന്ത് കാണപ്പെടുന്നു, കായലുകളും അഴിമുഖങ്ങളും അല്ലെ, നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് അതുപോലെ എസ്റ്റുറീസ് ഒക്കെ എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു. എന്നാൽ ഇവിടെ എന്ത് കാണപ്പെടുന്നു, ഇവിടെ നമ്മൾ ഡെൽറ്റ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു. ഈ ഒരു തീരത്ത് നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗുജറാത്ത് കോസ്റ്റ്, അതുപോലെ കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. നമ്മുടെ കിഴക്കൻ തീര സമുദ്രത്തിൽ നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ട് 2 ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയാ? അതായത് വടക്കൻ സിർക്കാർസ് അല്ലെ, നോർത്തേൺ സിർക്കാർസും പിന്നെ ഏതാണ്, കൊറമാണ്ടൽ കോസ്റ്റിലെ കൊറമാണ്ടൽ തീരവും. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഗുജറാത്ത് കോസ്റ്റ് അല്ലെ, ഗുജറാത്ത് തീരത്തെ കുറിച്ച് നോക്കാം. The Gujarat coastal plains includes the marshland, Rann of Kutch, Rann of Kutch മുതൽ എന്താണ്, the coastal areas of Kutch and എന്താണ് സൗരാഷ്ട്ര region, Union territories of Daman and Diu and Dadra Nagar Haveli, Daman Diu, Dadra Nagar Haveli. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശം മുതൽ, റാൻ ഓഫ് കച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു, ഗുജറാത്തിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വരുന്ന ഒരു പ്രദേശമാണ് ഇത് കച്ച് എന്ന് പറയുന്ന പ്രദേശം. ഇവിടെയുള്ള ഒരു മഴക്കാലത്ത് തടാകം പോലെയും വേനൽക്കാലത്ത് മരുഭൂമി പോലെയും ആക്ട് ചെയ്യുന്ന ഒരു പ്രദേശം ഉണ്ട് അല്ലേ, റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന പ്രദേശം. ഈ ഒരു പ്രദേശം നമ്മൾ നേരത്തെ ഇതാണ് ഡിസ്കസ് ചെയ്താണ്. അവിടെ തൊട്ടിട്ട് ഇവിടെ വരെ വ്യാപിച്ച്, നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇത് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, പടിഞ്ഞാറൻ തീരസമതലം അല്ലേ. നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി നോക്കൂ. ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ എവിടെ കിടക്കുന്ന, റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു അല്ലെ, നമ്മുടെ ദാമൻ ദിയു ദ്വീപുകൾ അല്ലെ, ഐലൻഡുകൾ, അതുപോലെ ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്, യൂണിയൻ ടെറിട്ടറീസ് അല്ലെ, പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഇത് ഗുജറാത്ത് തീരസമതലം എന്ന് പറയുന്നത്. ദിസ് കോസ്റ്റൽ പ്ലെയിൻ ഈസ് ഫോംഡ് ആസ് ദ റിസൾട്ട് ഓഫ് അല്ലൂവിയൽ ഡിപ്പോസിഷൻ ബൈ റിവേഴ്സ് ലൈക്ക് മാഹി ആൻഡ് സബർമതി അല്ലെ, മാഹി ആൻഡ് സബർമതി. എന്താണ്? സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ത് ചെയ്തിട്ടുള്ളത്, രൂപപ്പെട്ടുള്ളത്. പ്രത്യേകിച്ച് ഗുജറാത്ത് തീരം രൂപപ്പെട്ടുള്ളത് അല്ലെ. ഏതൊക്കെ നദികള്? മാഹി നദി, അതുപോലെ തന്നെ സബർമതി നദി. ഈ 2 നദികളുടെയും ഡെപ്പോസിഷൻസ് ആണ് എവിടെ വന്ന് ചേർന്നിട്ടുള്ളത്, നമ്മുടെ ഗുജറാത്ത് തീരത്ത് വന്ന് ചേർന്നിട്ടുള്ളത് അല്ലെ. ഗുജറാത്ത് തീരം എവിടുന്ന തുടങ്ങുന്നത്? നമ്മുടെ എവിടെയാണ്, കച്ചിൽ അല്ലെ, നമ്മുടെ റാൻ ഓഫ് കച്ച് മുതലാണ് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത് അല്ലെ. പിന്നെ അതിൽ ഏതൊക്കെ പ്രദേശങ്ങൾ ഉൾപ്പെടും? നമ്മുടെ ദാമൻ ദിയോ, പിന്നെ എന്താണ് ദാദ്ര നാഗർ ഹവേലി പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യും, ഉൾപ്പെടും. ഓക്കെ അല്ലേ. സ്മോൾ ടു ലാർജ് ഐലൻഡ്സ് അല്ലെ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഐലൻഡുകൾ അല്ലെ, ഒരുപാട് ദ്വീപുകൾ അവിടെ ഉണ്ട് നമ്മുടെ ഗുജറാത്ത് തീരത്ത് ഉണ്ട്. പെനിൻസുലാസ് അല്ലെ, പെനിൻസുകളുണ്ട്, പീഠഭൂമികളുണ്ട്, ഉപദ്വീപീയ പീഠഭൂമികൾ, സ്ട്രൈറ്റ്സ് ഉണ്ട് അല്ലെ, പീഠനാഴികളുണ്ട്, മാർഷസ് ചതുപ്പ് നിലങ്ങളുണ്ട്, ടൈഡൽ ക്രീക്സ് ആൻഡ് ഹിൽസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് റീജിയൻ. ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകളുണ്ട്, അതുപോലെ ഉപദ്വീപുകളുണ്ട്, കടലിടുക്കുകളുണ്ട്, ചതുപ്പ് നിലങ്ങളുണ്ട് അല്ലെ, വേലിയേറ്റ ചാലുകളുണ്ട്, കുന്നുകളുണ്ട്. ഇതൊക്കെ എവിടുത്തെ ഫീച്ചറാണ്, എന്തിന്റെ സവിശേഷതകളാണ്? അതിവിടെ ഗുജറാത്ത് തീരത്തിന്റെ സവിശേഷതകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്ത് തീരം അത് വെസ്റ്റിലാണോ ഈസ്റ്റിലാണോ, എവിടെയാണ്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, കിഴക്കൻ തീര സമതലങ്ങളിലാണ് ഏത് വരുന്നത്, ഗുജറാത്ത് കോസ്റ്റ് വരുന്നത്. ഓക്കെ അല്ലേ. അലാങ്, ഈ അലാങ് എന്ന് പറയുന്നത് എന്താണ്? അലാങ് ദ കോസ്റ്റ് നോൺ ആസ് ദ ഗ്രേവ് യാർഡ് ഓഫ് ഷിപ്പ് അല്ലെ, കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരം ഇതെവിടെ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഗുജറാത്ത് കോസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ. സെന്റേഴ്സ് ഓഫ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് സച്ച് ആസ് സൂറത്ത് അല്ലെ, സൂറത്ത് ആൻഡ് വഡോദര. അതായത് നമ്മുടെ കോട്ടണിന്റെ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും അതുപോലെ അതിന്റെ കൾട്ടിവേഷനും ഫാക്ടറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ നമ്മുടെ ഗുജറാത്തിലാണ് അല്ലെ, പ്രധാനമായിട്ടും ഗുജറാത്തിലാണ്. എക്സ്പോർട്ട് നമ്മുടെ മഹാരാഷ്ട്രയിലും വരുന്നുണ്ട്, പക്ഷെ ഗുജറാത്ത് എന്താണ്, ഈ കോട്ടന്റെ മാനുഫാക്ചറിങ്ങിന്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അത് നമ്മുടെ ഗുജറാത്ത്. അപ്പം
സെന്റേഴ്സ് ഓഫ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി സച്ച് ആസ് സൂറത്ത് ആൻഡ് വഡോദര. പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്തും വഡോദരയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഗുജറാത്ത് കോസ്റ്റിലാണ്. ഫിഷിംഗ് ഹാർബേഴ്സ് ഓഫ് റിവർ എന്താണ്? സവർ, അതായത് മത്സ്യബന്ധന ഹാർബർ ആയിട്ടുള്ള വെരാവൽ, മത്സ്യബന്ധന ഹാർബർ ആയിട്ടുള്ള വെരാവൽ, അതായത് ഗുജറാത്ത് തീരത്തെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖമാണ് ഇത് വെരാവൽ എന്ന് പറയുന്നത്, ഹാർബർ കേട്ടോ. ഓക്കെ അല്ലേ? ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻറ്റ് ദണ്ഡി ബീച്ച് അല്ലേ? എന്താ ഈ ദണ്ഡി ബീച്ചിന്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്താ? നമ്മുടെ മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹം നടത്തിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള കടൽ തീരമാണിത്, ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറം കേട്ടോ. പിന്നെന്താണ്? ന്യൂമറസ് സാൾട്ട് ഫ്ലാറ്റ് അല്ലെ? ഒരുപാട് ഉപ്പ് പാടങ്ങൾ എവിടെ കാണപ്പെടുന്നു? നമ്മുടെ ഗുജറാത്ത് തീരത്തെ കാണപ്പെടുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കൊങ്കൺ കോസ്റ്റ് ആണ് കേട്ടോ. എന്താണ്? കൊങ്കൺ കോസ്റ്റിനെ കുറിച്ചാണ് അടുത്ത് നോക്കാനുള്ളത്. കോസ്റ്റൽ പ്ലെയിൻ ദാറ്റ് സ്ട്രെച്ചസ് ഫ്രം ദാമൻ ടു ഗോവ ലൊക്കേറ്റഡ് അറ്റ് ദ സൗത്ത് ഓഫ് ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനില്ലേ, ഈ ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനിന്റെ സൗത്ത് ഭാഗം, അതായത് ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത് ആരാ? നമ്മുടെ കൊങ്കൺ ആണ് അല്ലേ? അതായത് കൊങ്കൺ കോസ്റ്റൽ പ്ലെയിൻ ഈസ് കൊങ്കൺ കോസ്റ്റ്. ഗുജറാത്ത് തീര സമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത് നമ്മുടെ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത്, ഗോവ വരെ കേട്ടോ. അതിന് താഴേക്ക് വരുമ്പോൾ നമ്മുടെ മലബാർ കോസ്റ്റ് ആണ്. അപ്പം ഇറ്റ്സ് ലെങ്ത് ഈസ് അബൌട്ട് 500 കിലോമീറ്റർ. 500 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം എന്നുള്ളത്, ഏകദേശം 500 കിലോമീറ്റർ ആണ് അല്ലേ? ദ കോസ്റ്റൽ പ്ലെയിൻ ഹിയർ ഈസ് നാരോവർ ഇൻ വിഡ്ത്ത് ആസ് ദ വെസ്റ്റേൺ ഗഡ്സ് റൺസ് പാരലൽ ടു ദ കോസ്റ്റ്. അതായത് നമ്മുടെ ഈ കൊങ്കൺ തീരസമതലല്ലേ, ഈ കൊങ്കൺ തീരസമതലത്തിന്റെ ഭാഗത്തായിട്ട് എന്ത് ഓടുന്നുണ്ട്? അതായത് നോക്കൂ മക്കളെ, നമ്മുടെ ഈ കൊങ്കൺ തീരസമതലല്ലേ, ഇതാണ് നമ്മുടെ കൊങ്കൺ. ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് വരുന്നുണ്ട്? നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ വരുന്നുണ്ട് അല്ലെ? അതായത് നമ്മുടെ വെസ്റ്റേൺ ഗാഡ്സ് വരുന്നുണ്ട്. ഈ വെസ്റ്റേൺ ഗാഡ്സ് ഈ ഒരു ഭാഗത്ത് ഉള്ളതിനാൽ കൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു ഭാഗത്തെ തീരസമതലം എന്താണ്, കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് വളരെ നാരോ ആണ്, എന്താണ്, ഇടുങ്ങിയതാണ്. ഓക്കെ അല്ലേ? അതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ദ കോസ്റ്റൽ പ്ലെയിൻ ഹിയർ ഇസ് നാരോവർ ഇൻ വിഡ്ത്ത് ആസ് ദ വെസ്റ്റേൺ ഗഡ്സ് റൺസ് പാരലൽ ടു ദ കോസ്റ്റ് അല്ലേ? അതായത് പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം എന്താണ്, ഇടുങ്ങിയതാണ്. ഓക്കെ അല്ലേ? ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ കൊങ്കൺ കോസ്റ്റ് ഈസ് സാൻഡി. അതായത് നമ്മുടെ കൊങ്കൺ തീരത്തിന്റെ മുകൾ ഭാഗം അല്ലെ, കോസ്റ്റേൺ പാർട്ട്, നമ്മുടെ ഗുജറാത്ത് തീരത്തിനോട് അടുത്ത് കിടക്കുന്ന നമ്മുടെ നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, സാൻഡി ആണ് അല്ലെ, മണലാണ്. എന്നാൽ അതിന്റെ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ്, ഇറ്റ്സ് റോക്കി. നമുക്കറിയാം, നമ്മൾ ടൂറൊക്കെ പോകുന്നതാണ് അല്ലെ, ഗോവയുടെ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ഒരുപാട് റോക്കിയാണ്. കൊങ്കൺ തീരത്തിന്റെ വടക്കു ഭാഗം എന്താണ്, മണൽ നിറഞ്ഞ തീരങ്ങളും സാൻഡി കോസ്റ്റും. അതുപോലെ തെക്ക് ഭാഗം എന്താണ്, പാറക്കൂട്ടങ്ങളാണ് അല്ലെ, അതായത് എന്താണ്, റോക്കി കോസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇതിന് അടുത്തത് കോസ്റ്റൽ ലാൻഡ് ഫോംസ് ലൈക്ക് ക്ലിഫ്, എന്താണ് ക്ലിഫ്, അതുപോലെ ഐലൻഡുകൾ, ദ്വീപുകൾ ആൻഡ് ബീച്ചസ് ആർ ഫൗണ്ട് ഹിയർ. അതായത് ക്ലിഫുകളും ദ്വീപുകളും ബീച്ചുകളും തുടങ്ങിയ തീരപ്രദേശ ഭൂരൂപങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കാണപ്പെടുന്നു. ഗോവ വൺ ഓഫ് ദ മേജർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ. ഗോവ ഈസ് ദ വൺ ഓഫ് ദ മേജർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ, ഹാസ് മെനി ബീച്ചസ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത് ഗോവ. ഈ ഗോവ ഉൾപ്പെടുന്നത് ഏത് തീരത്താണ്? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ടുള്ള കൊങ്കൺ തീരത്താണ് എന്ത് ചെയ്യുന്നത്, ഗോവ ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? The humid climate with abundant rainfall makes the Konkan coastal plain rich in biodiversity അല്ലേ? അതായത് ധാരാളം മഴ ലഭിക്കുന്ന ഈ ഒരു കാലാവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൊങ്കൺ തീരത്തെ മണ്ണിന് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ആർദ്ര കാലാവസ്ഥ എന്ത് ചെയ്യുന്നു, കൊങ്കൺ തീരത്തെ സമതലത്തെ ജൈവ വൈവിധ്യം, അതായത് ബയോഡൈവേഴ്സിറ്റി റിച്ച് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. നാച്ചുറൽ ഹാർബേഴ്സ് സച്ചാസ് നാവ, അതുപോലെ നവശേവ അല്ലെ, അതായത് പ്രകൃതിദത്ത തുറമുഖങ്ങളായിട്ടുള്ള നവശേവ, അതായത് നവി മുംബൈ, പിന്നെ മർമ്മ ഗോവ,
പിന്നെ ഫിഷിംഗ് ഹാർബർ ഓഫ് ദ മാൽപേ, ഷിപ്പ് യാർഡ്സ്, ടൂറിസം സെന്റേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ് മേക്ക് ദ കൊങ്കൺ കോസ്റ്റ് എ വൈബ്രന്റ് ഏരിയ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. അതായത് നമ്മുടെ കൊങ്കൺ റീജിയൻ എന്ന് പറയുന്ന പ്രദേശത്തിൽ, അതായത് കൊങ്കൺ കോസ്റ്റ് എന്തുണ്ട്, ഒരുപാട് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. എന്താണ് ഒന്നാമത്തത്, അവിടെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ഗോവ ഉൾപ്പെടെയുള്ള ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട്, നമ്മുടെ കൊങ്കൺ തീരത്തുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, നവശേവ തുറമുഖം അല്ലെ, നവശേവ. അതുപോലെ മർമ്മഗോവ തുറമുഖം ഉണ്ട്. പിന്നെന്താണ്, മാൽപേ ഫിഷിംഗ് ഹാർബറുകൾ ഉണ്ട്. പിന്നെ ഒരുപാട് ഷിപ്പ് യാർഡുകളും കാര്യങ്ങളൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, നമ്മുടെ കൊങ്കൺ തീരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നവശേവ, അതായത് നവി മുംബൈ, മർമ്മഗോവ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപേ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൊങ്കൺ തീരസമതലത്തെ സ്ഥിതി ചെയ്യുന്നു. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മലബാർ കോസ്റ്റ് അല്ലെ. നമ്മുടെ ചുറ്റുമുള്ള കടല്, നമുക്കുള്ള നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കടലൊക്കെ അറിയപ്പെടുന്ന കർണാടകയുടെ സൗത്ത് ഭാഗവും നമ്മുടെ കേരളത്തെ ഉൾപ്പെടെയുള്ള ഭാഗം അല്ലെ, ആ ഒരു ഭാഗത്തെ കടലിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മലബാർ കോസ്റ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും, മലബാർ തീരം അല്ലെ. ഇത് നമുക്ക് ഒന്നും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള സ്ഥലങ്ങളും ഒരുപാട് കേട്ടിട്ടുള്ള പദ്ധതികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട് അല്ലെ. അപ്പം എന്ത് ചെയ്യുന്നു, സ്ട്രെച്ചിങ് ഫ്രം മാംഗ്ലൂർ അല്ലെ, മംഗലാപുരം ടു കന്യാകുമാരി, മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഏത്, നമ്മുടെ മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ്സ് അബൌട്ട് 580 കിലോമീറ്റർ അല്ലെ, 580 കിലോമീറ്റർ ദൈർഘ്യമുള്ള, അതായത് നമ്മുടെ മംഗലാപുരം, മാംഗ്ലൂർ മുതൽ എവിടെ, തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന കടൽ തീരമാണ് ഏത് മലബാർ തീരം, മലബാർ കോസ്റ്റ്. എത്രയാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, എത്രയാണ്, 580 കിലോമീറ്റർ കേട്ടോ. പിന്നെ ദിസ് കോസ്റ്റ് ഈസ് വൈഡർ ദൻ ദ കൊങ്കൺ കോസ്റ്റ്, അതായത് കൊങ്കൺ കോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ മലബാർ കോസ്റ്റ് ഒന്നും കൂടി വൈഡർ ആണ് അല്ലേ. കൊങ്കൺ കോസ്റ്റ് എന്തുകൊണ്ടാണ് വീതി കുറഞ്ഞത്, അതായത് പ്രസൻസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് അല്ലെ, നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കൊങ്കൺ ഭാഗത്ത് തീരപ്രദേശം വളരെ ഇടുങ്ങിയതായിട്ടുള്ളത് അല്ലെ. പിന്നെന്താണ്, ഈ തീരത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലാൻഡ് ഫോമുകൾ ഉണ്ട്, ക്ലിഫുകൾ ഉണ്ട്, അതുപോലെ സീ സ്റ്റാക്സ്, ബീച്ചസ്, എസ്റ്റുറീസ്, അഴിമുഖങ്ങൾ ആൻഡ് സാൻഡ് ബാർസ് ആർ ഓൾസോ സീൻ ഇൻ മലബാർ കോസ്റ്റ്. ക്ലിഫുകള്, കടൽ സ്തംഭങ്ങള്, ബീച്ചുകള്, അഴിമുഖങ്ങള്, പൊഴികൾ തുടങ്ങിയ നിരവധി തീരഭൂരൂപങ്ങൾ എവിടെ കാണാൻ പറ്റും, നമ്മുടെ മലബാർ കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും അല്ലെ. അനദർ ഫീച്ചർ ഓഫ് ദിസ് കോസ്റ്റ് ഇസ് ദ കായൽ. കായൽ എന്ന് പറഞ്ഞാൽ എന്താ, ബാക്ക് വാട്ടറിനാണ് നമ്മൾ എന്താ പറയുക, കായൽ എന്ന് പറയല്ലേ. നമ്മൾ പറഞ്ഞു നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രങ്ങളിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുമ്പോൾ നമ്മുടെ കിഴക്കൻ തീരസമുദ്രങ്ങളിൽ എന്ത് കാണുന്നു, ഡെൽറ്റകൾ കാണപ്പെടുന്നു എന്നൊക്കെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് വേമ്പനാട്ട് കായൽ. കായൽ എന്ന് കേൾക്കുമ്പോഴത്തേനും വളരെ പ്രധാനപ്പെട്ട ഒരു കായലായിട്ടുള്ള വേമ്പനാട്ട് കായൽ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളം ഏറ്റവും വലിയ കായലാണ് ഇത് വേമ്പനാട്ട് കായൽ അല്ലേ. അപ്പൊ ഈ വേമ്പനാട്ട് കായലൊക്കെ വ്യാപിച്ചു കിടക്കുന്നത് എവിടെയാണ്, നമ്മുടെ മലബാർ കോസ്റ്റിലാണ് അല്ലേ. പിന്നെന്താണ്, ഹിയർ ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ലേക്സ് ആർ ഇന്റർലിങ്ക്ഡ് ബൈ കനാൽസ് ടു ഫെസിലിറ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലേ. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരുപാട് എന്തുണ്ട്, ഇവിടെ ഒരുപാട് കനാലുകളുണ്ട്, പിന്നെന്തുണ്ട്, ഒരുപാട് കായലുകളുണ്ട്, ബാക്ക് വാട്ടേഴ്സ്, അഴിമുഖങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തമ്മിൽ കനാലുകളൊക്കെ നിർമ്മിച്ച് ബന്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്, ജലഗതാഗതം, വാട്ടർ ട്രാൻസ്പോർട്ടിനുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മലബാർ കോസ്റ്റിൽ എന്ത് ചെയ്യാണ്, വളരെ കൂടുതലാണല്ലേ ജലഗതാഗതം, വാട്ടർ ട്രാൻസ്പോർട്ട് എന്നുള്ളത്. It has been made navigable from കൊട്ടപ്പുറം to കൊല്ലം നാഷണൽ വാട്ടർവേ ഉണ്ട്. നിങ്ങൾക്കറിയോ, വാട്ടർവേ നമ്പർ 3, മൂന്നാമത്തത് അല്ലേ. അതായത് എന്താണ്, കൊട്ടപ്പുറം ടു കൊല്ലം വിച്ച് ഈസ് വൺ ഓഫ് ദ മേജർ നാഷണൽ വാട്ടർവേസ് ഓഫ് ഇന്ത്യ, നാഷണൽ വാട്ടർവേ 3 കണ്ടോ, NW3. ഇപ്പൊ അത് കൊട്ടപ്പുറത്ത് നിന്നൊക്കെ നീണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കോഴിക്കോട് വരെയൊക്കെ ഉണ്ട്. നമ്മുടെ ആദ്യകാലത്ത് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ പറയല് കൊട്ടപ്പുറം നാഷണൽ വാട്ടർവേ 3 എന്നായിരുന്നു. അപ്പൊ അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇതുവഴി ഗതാഗത യോഗ്യമാക്കുകയും ഇത് ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളിലും ഒന്നാണ്. ഓക്കെ അല്ലേ. ഇൻ ഏരിയാസ് ലൈക്ക് വർക്കല അല്ലെ, വർക്കലൊക്കെ നമുക്കറിയാം, നമ്മൾ ടൂർ പോകുന്ന സ്ഥലങ്ങളാണിത്, വർക്കല ക്ലിഫൊക്കെ അല്ലേ. അതുപോലെ തന്നെ ഏഴിമലയിൽ എന്തുണ്ട്, നമ്മുടെ നേവൽ ബേസ് ഒക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ നാവിക വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് ഏഴിമല നേവൽ ബേസ്, അല്ലെങ്കിൽ ഏഴിമല നാവിക അക്കാദമി ഒക്കെ ഉണ്ട് അല്ലേ, ഏഴിമല. പിന്നെ ബേക്കൽ ഫോർട്ട് അല്ലെ, ബേക്കൽ കോട്ടയിൽ പോയിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ
ബേക്കൽ കോട്ട അല്ലെ. അതുപോലെ ഈ ഏഴിമല എന്നൊക്കെ എന്താണ് കടൽ തീരത്താണ്. ഇത് കടൽ തീരത്താണ് നേവൽ അക്കാഡമി ഉണ്ടാവും അല്ലെ. പിന്നെ വർക്കല, ദ കോസ്റ്റ് ഈസ് ഫൗണ്ട് ഇൻ ആൻഡ് എലിവേറ്റഡ്. അത് വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്ന നിലയിൽ എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു. ലാൻഡ് ഫോംസ് ലൈക്ക് ക്ലിഫ് അല്ലെ, ലാൻഡ് ഫോംസ് ലൈക്ക് ക്ലിഫ് ആർ ഓൾസോ സീൻ ഹിയർ. ഇവിടുത്തെ ചില പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു, ക്ലിഫുകൾ കാണപ്പെടുന്നു. ബീച്ചസ് സച്ച് ആസ് മുഴപ്പിലങ്ങാട് അല്ലെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് ഇത് മുഴപ്പിലങ്ങാട് എന്നുള്ളത് അല്ലെ. ആദ്യകാലത്തൊക്കെ ഏക ഡ്രൈവിംഗ് ബീച്ച് എന്നൊക്കെ നമ്മൾ പറയലുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ കോഴിക്കോട് ജില്ലയിൽ തിക്കോടിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രൈവിംഗ് ബീച്ചായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ബീച്ചാണ് ഇത് മുഴപ്പിലങ്ങാട്. പിന്നെ അതാണ് ചാവക്കാട് ബീച്ച് ഉണ്ട്. ഡ്രൈവിംഗ് ബീച്ച് അല്ല കേട്ടോ, വേറെ ബീച്ചാണ് ചാവക്കാട് ബീച്ച്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് അത് കോവളം ബീച്ച് അല്ലെ. നമ്മുടെ വിദേശ സഞ്ചാരികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്ഥലമാണ് നമ്മുടെ കോവളം ബീച്ച്. അട്രാക്ട് ലാർജ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് അല്ലെ. മുഴപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം എന്നീ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? Generally, coastal wetland and backwaters are breeding grounds for migratory birds. അതായത് നമ്മുടെ ഈ ചതുപ്പ് നിലയങ്ങൾ, തീരപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ചതുപ്പ് നിലയങ്ങളൊക്കെ എന്താണ്, ഒരുപാട് മൈഗ്രേറ്ററി ദേശാടന പക്ഷികളുണ്ട് അല്ലെ. ആഫ്രിക്കയിൽ നിന്നും സൈബീരിയയിൽ നിന്നൊക്കെ ഒരുപാട് കൊക്കുകളും മറ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിലേക്ക് ദേശാടനം ചെയ്ത് വരുന്നുണ്ട് അല്ലെ. ഇന്ത്യയിലേക്ക് ദേശാടനം ചെയ്ത് അവരുടെ വിശ്രമ കേന്ദ്രങ്ങളാണ് ഇത് ഈ കോസ്റ്റൽ ഏരിയകളിലുള്ള. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കടലുണ്ടി ഭാഗത്തൊക്കെ അല്ലെ, നമ്മുടെ കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് കടലുണ്ടിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ദേശാടന പക്ഷികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരാറുണ്ട് അല്ലെ. അതായത് പൊതുവെ തീരപ്രദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. ഓക്കെ അല്ലേ? ബേർഡ് സാഞ്ചുറീസ് സച്ച് ആസ് കടലുണ്ടി, പിന്നെ കുമരകം പക്ഷി സങ്കേതം കേട്ടില്ലേ, ബേർഡ് സാഞ്ചുറി കുമരകം. ആൻഡ് പാതിരാമണൽ ദ്വീപ് ആർ ഷെൽട്ടേഴ്സ് ഫോർ മൈഗ്രേറ്ററി ബേർഡ്സ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ എന്താണ്, ദേശാടന പക്ഷികൾക്കുള്ള എന്താണ്, സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. അടുത്തെന്താണ്, ഒരുപാട് നെൽപ്പാടങ്ങളിലെ നമ്മുടെ കുട്ടനാട്, നമുക്കറിയാം തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുട്ടനാട് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ? കേരളത്തിലെ നെല്ലറ ഏതാ? കുട്ടനാട് അല്ലെ. അപ്പൊ കേരളത്തിൽ നമ്മുടെ നെല്ലുൽപാദനവുമായി ബന്ധപ്പെട്ട് നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കുട്ടനാട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ റൈസ് ഫീൽഡ് ഓഫ് നഞ്ചിനാട്, പിന്നെ കുട്ടനാട് ആൻഡ് കോൾ ലാൻഡ്സ് എക്സെട്ര ആർ എന്താണ്, കോലനാട് ആർ ദ ഫിഷിംഗ് ഹാർബേഴ്സ് ലൈക്ക്. പിന്നെ അടുത്തത് ഫിഷിംഗ് ഹാർബേഴ്സ്, അത് റൈസ് ഫീൽഡ് ആയിട്ടുള്ള നഞ്ചിനാട്, കുട്ടനാട്, കോലനാട്. പിന്നെ ഫിഷിംഗ് ഹാർബറായിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന അല്ലെ, നമ്മുടെ മത്സ്യബന്ധന തുറമുഖങ്ങളായിട്ടുള്ള നീണ്ടകര, മുനമ്പം, പിന്നെ അതാണ് പൊന്നാനി അല്ലെ, മുനമ്പം, പൊന്നാനി ആൻഡ് ബേപ്പൂർ അല്ലെ. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂര് അല്ലെ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി, പിന്നെ എന്തുണ്ട് മുനമ്പം, എറണാകുളം ജില്ലയിലെ മുനമ്പം, പിന്നെ നീണ്ടകര, കൊല്ലം നീണ്ടകര അല്ലെ, കൊല്ലം ജില്ലയിലെ നീണ്ടകര എന്താണ്, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട എന്താണ് തുറമുഖങ്ങളാണ് അല്ലെ, നമ്മുടെ ഫിഷിംഗ് ഹാർബേഴ്സുകളാണ്. ഓക്കെ അല്ലേ? നഞ്ചിനാടും കുട്ടനാടും കോൾ നിലങ്ങളും അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകൾ എന്താണ്, നമ്മുടെ മലബാർ തീരത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട 3 തീരങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഏതൊക്കെയാ? നമ്മുടെ ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഏതൊക്കെയാ? ഗുജറാത്ത് കോസ്റ്റ്, മലബാർ കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അല്ലെ, കിഴക്കൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. കിഴക്കൻ തീരസമുദ്രം നമ്മൾ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാ? നോർത്തേൺ സിർക്കാസ് അല്ലെ, വടക്കൻ സിർക്കാസും അതുപോലെ തന്നെ കൊറമാൻഡൽ കോസ്റ്റും ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം നോർത്തേൺ സിർക്കാസ്, അതായത് വടക്കൻ സിർക്കാർ തീരം എന്ത് ചെയ്യാം നോക്കാം. The coastal plain that extend from Mahanadi Delta to Krishna Delta is known as Northern Circus. അതായത് വടക്കൻ സിർക്കാസ്, നോർത്തേൺ സിർക്കാസ് എന്ന് പറയുന്നത് മഹാനദി മുതൽ കൃഷ്ണ വരെയുള്ള, മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെയുള്ള ആ ഒരു ഏരിയനാണ് നമ്മൾ എന്ത് വിളിക്കുക ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിലെ വടക്കൻ സിർക്കാസ്, നോർത്തേൺ സിർക്കാസ് എന്ന് വിളിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എവിടെ മുതൽ എവിടെ വരിക? അതായത് മഹാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നു അല്ലെ. ഞാൻ ചോദിക്കട്ടെ, പടിഞ്ഞാറൻ തീരസമുദ്രം ഏതാ? മറന്നുപോയാൽ നോക്കട്ടെ.
പടിഞ്ഞാറൻ തീരസമുദ്രം എവിടെ തൊട്ട് കിടക്കുന്നു? ഗുജറാത്തിലെ കച്ച്, റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു അല്ലെ, ഓർമ്മയുണ്ട്. ഓക്കെ, അടുത്തെന്താണ്? ഓക്കെ, it includes the coastal areas of ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ്. ഒഡീഷയും ആന്ധ്രാപ്രദേശൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഇത് നമ്മുടെ വടക്കൻ സിർക്കാസ് എന്നുള്ളത് അല്ലെ. പിന്നെ ഇറ്റ് ഈസ് നോൺ ആസ് ഉത്കൽ പ്ലെയിൻ ഇൻ ഒഡീഷ. ഈ ഒഡീഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ സാധാരണ ഉത്കല എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഗാനത്തിലൊക്കെ അല്ലെ, ഉത്കല ബംഗ അല്ലെ. ആ ഉത്കലൊക്കെ എന്താണ്? ഒഡീഷയെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഉത്കല എന്ന് കാണുകയാണെങ്കിൽ അത് ഒഡീഷയുമായി റിലേറ്റ് ചെയ്തായിരിക്കും. അപ്പം ഒഡീഷയുടെ തീരത്തുള്ള ആ ഒരു തീര സമതലത്ത് നമ്മൾ എന്തുകൂടെ വിളിക്കാറുണ്ട്? ഉത്കല തീരം അല്ലെങ്കിൽ ഉത്കല കോസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഉത്കൽ പ്ലെയിൻ ഇൻ ഒഡീഷ ആൻഡ് ആന്ധ്ര പ്ലെയിൻ ഇൻ ആന്ധ്രാപ്രദേശ്. ഒഡീഷയിൽ ഉത്കല സമതലം അല്ലെ, ഉത്കൽ സമതലവും എന്നും ആന്ധ്രാപ്രദേശത്ത് എന്ന് വിളിക്കുന്നു ആന്ധ്ര സമതലം എന്ന പേരിലൊക്കെ ഈ ഒരു കിഴക്കൻ തീര സമതലം അറിയപ്പെടുന്നു. ദിസ് പ്ലെയിൻ മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഡെൽറ്റൈക് ഡെപ്പോസിറ്റ്സ്. എന്താണ്? ഡെൽറ്റകൾ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളിലെ നമ്മുടെ നദികൾ, മഹാനദി, ഗോദാവരി, കൃഷ്ണ പോലത്തെ നദികൾ കൊണ്ടുവരുന്ന അവശിഷ്ടങ്ങൾ, ഡെപ്പോസിഷനുകളൊക്കെ അടിഞ്ഞുകൂടിയിട്ട് അവിടെ ഡെൽറ്റ ഫോർമേഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. തീരപ്രദേശത്തിലെ കിഴക്കൻ തീരപ്രദേശത്ത് നടക്കുന്നുണ്ട്. അതായത് മുഖ്യമായും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഇത് ഈ സമതല ഭാഗം. പ്രത്യേകിച്ച് ഏത് നമ്മുടെ വടക്കൻ സിർക്കാർ എന്നുള്ളത് അല്ലെ. പിന്നെ ചിൽക്ക ലേക്ക് ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് ദ മഹാനദി ഡെൽറ്റ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ലേക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായിട്ടുള്ള തടാകങ്ങളിൽ പെട്ടതാണ് ഇത് ചിൽക്ക തടാകം എന്ന് പറയുന്നത് അല്ലെ. ഈ ചിൽക്ക തടാകം ഉൾപ്പെട്ടിരിക്കുന്നത് എവിടെയാ? അത് നമ്മുടെ ഏത് തീരത്ത? കിഴക്കൻ തീരങ്ങളിൽപ്പെട്ട വടക്കൻ സിർക്കാസിലാണ്. ഓക്കെ അല്ലേ. കൊല്ലേരു ലേക്ക് ഇൻ ആന്ധ്രാപ്രദേശ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് ലേക്ക് ഓൺ ദ സർക്കാസ് കോസ്റ്റ്. അതായത് ആന്ധ്രയിലെ കൊല്ലേരു തടാകം എന്താണ്? കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട തടാകമാണ്. ഓക്കെ അല്ലേ. കമ്പയർഡ് ടു ദ വെസ്റ്റേൺ കോസ്റ്റ് പോർട്സ് ആർ ഫ്യൂർ ഓൺ ദ ഈസ്റ്റേൺ കോസ്റ്റ് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു സൈഡ് പഠിച്ച സമയത്ത്, അതായത് നമ്മുടെ പടിഞ്ഞാറൻ തീര സമുദ്രം നമ്മൾ പഠിച്ച സമയത്ത് ഒരുപാട് തുറമുഖങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. നവി മുംബൈ അല്ലെ, നവശേവ, പിന്നെ എന്തുണ്ടായിരുന്നു? മർമ്മഗോവ, പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് തുറമുഖങ്ങൾ അല്ലെ. പക്ഷെ നമ്മുടെ കിഴക്കൻ തീരസമുദ്രങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ തുറമുഖങ്ങൾ വളരെ കുറവാണ് കേട്ടോ. അപ്പൊ എന്താണ് പറയുന്നത്? പോർട്സ് ആർ ഫ്യൂർ ആണ് അല്ലെ ഇവിടെ കിഴക്കൻ തീരസമുദ്രങ്ങളിൽ. വിശാഖപട്ടണം, നമുക്കറിയാം വിശാഖപട്ടണം വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തുറമുഖമാണ് ഇത് വിശാഖപട്ടണം എന്നുള്ളത് അല്ലെ. നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് വിശാഖപട്ടണം, കോലോത്തുംഗ പട്ടണം എന്നൊക്കെ പറയപ്പെടും അല്ലെ. കോലോത്തുംഗ ചോളൻ ഭരിച്ചിരുന്ന കോലോത്തുംഗ, അതായത് വിശാഖപട്ടണത്തിന്റെ പഴയ പേരൊക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ടോ, 9ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? മസൂലിപ്പട്ടണം. അപ്പൊ വിശാഖപട്ടണവും മസൂലിപ്പട്ടണവും ഈ രണ്ട് തുറമുഖങ്ങളാണ് എന്ത് ഈ ഒരു നമ്മുടെ കിഴക്കൻ തീരസമുദ്രത്തെ വളരെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ എന്നുള്ളത്. ഓക്കെ അല്ലേ. ഓക്കെ, റൈസ് ഫീൽഡ് സച്ചാസ് എന്താണ്? ശ്രീകുലം, ഈസ്റ്റ് ഗോദാവരി ആൻഡ് വെസ്റ്റ് ഗോദാവരി അലോങ് വിത്ത് ഫിഷിംഗ് ഹാർബേഴ്സ് ലൈക്ക് വിശാഖപട്ടണം ആൻഡ് മസൂലിപ്പട്ടണം സ്റ്റാൻഡ് ടോൾ ആസ് ദ സെന്റേഴ്സ് ഓഫ് ദ ഇക്കണോമിക് കോസ്റ്റൽ. അതായത് ശ്രീകാക്കുളം, ഈസ്റ്റ് ഗോദാവരി, അതുപോലെ വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, അതുപോലെ തന്നെ എന്താണ് വിശാഖപട്ടണവും മസൂലിപ്പട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും ഈ നെല്ലറകളും തുറമുഖങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? നമ്മുടെ കിഴക്കൻ സമുദ്രത്തിന്റെ പ്രധാനപ്പെട്ട മേജർ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കൊറമാൻഡൽ തീരത്തെ കുറിച്ചാണ് അല്ലെ. കൊറമാൻഡൽ കോസ്റ്റിനെ കുറിച്ചും. അപ്പൊ നമ്മൾ ഏതൊക്കെ കോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ഓൾറെഡി? ഗുജറാത്ത് കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ കൊങ്കൺ കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ മലബാർ കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞാൽ വടക്കൻ സിർക്കാസിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് വണ്ണാണ് ഇത് നമ്മുടെ കൊറമാൻഡൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കൊറമാൻഡൽ തീരം, കൊറമാൻഡൽ തീരത്തെ കുറിച്ച് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. It is coastal plain extending from Krishna River Delta to Kanyakumari. ഞാൻ ചോദിക്കട്ടെ, ഈ കിഴക്ക് ഭാഗം എടുക്കുക. കിഴക്ക് ഭാഗത്ത് വടക്കൻ സിർക്കാസ് ഉണ്ട്, കൊറമാൻഡലുണ്ട്. വടക്കൻ സിർക്കാസ് എവിടെ മുതൽ എവിടെ വരെയാ? ഇവിടെ മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇത് വടക്കൻ സിർക്കാസ്. ഇനി കൃഷ്ണ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇത് നമ്മുടെ
കൊറമാൻഡൽ തീരം എന്നുള്ളത് കേട്ടോ. അപ്പം കൃഷ്ണ റിവർ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു അല്ലെ. കാവേരി റിവർ ഡെൽറ്റ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് പ്ലെയിൻ. കാവേരി നദി ഡെൽറ്റ എന്ത് ചെയ്യാണ്? ഈ തീരസമതലത്തിന്റെ ഭാഗമാണ്. ദ ഫെർട്ടൈൽ ഡെൽറ്റൈക് അലൂവിയം മേക്ക് ഇറ്റ്സ് റീജിയൻ സൂട്ടബിൾ ഫോർ റൈസ് കൾട്ടിവേഷൻ. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ടമായ ഡെൽറ്റ അക്കിൽ മണ്ണ് കൊറമാൻഡൽ തീരത്തെ നെല്ല് കൃഷി ചെയ്യാൻ വളരെ യോഗ്യമാക്കുന്നു അല്ലെ. നെൽ കൃഷിക്ക് അനുയോജ്യമാക്കുന്നു. നമുക്ക് വരുന്ന അരിയുടെ ഒരു പ്രധാനപ്പെട്ട പങ്ക് എവിടുന്ന വരുന്നത്? ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെയാണ് വരുന്നത് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ. പുലിക്കട്ട് ലേക്ക് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലേക്ക് ഓഫ് ദ കൊറമാൻഡൽ കോസ്റ്റ് അല്ലെ. കൊറമാൻഡൽ തീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലേക്ക് തടാകമാണിത് പുലിക്കട്ട് ലേക്ക് എന്നുള്ളത്. ഏതാണ്? പുലിക്കട്ട് ലേക്ക്. ഓക്കെ. ഇന്ത്യസ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഇപ്പൊ ശ്രീഹരിക്കോട്ട എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഷോർസ് ഓഫ് പുലിക്കട്ട് ലേക്ക് അല്ലെ. അതായത് പുലിക്കട്ട് തടാകത്തിന്റെ തീരത്താണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ടുള്ള ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ എന്താണ് സ്പേസ് നമ്മുടെ റോക്കറ്റ് ഒക്കെ വിടുന്ന കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നതോ? ശ്രീഹരിക്കോട്ടയിലാണ് കേട്ടോ. ഓക്കെ അല്ലേ. ബേർഡ് സാഞ്ചുറീസ് ലൈക്ക് പുലിക്കട്ട് ലേക്ക്, പോയിന്റ് കാലിമർ ആൻഡ് മാംഗ്രോവ്സ് കണ്ടൽ ചെടികൾ ആൻഡ് എന്താണ് പിച്ചവാരം ആർ ഓൾസോ സെന്റേഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഫൗണ്ട് അലോങ് ദിസ് കോസ്റ്റൽ പ്ലെയിൻ. പുലിക്കട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങളിൽ പുലിക്കട്ട് തടാകത്തിന്റെ അവിടെയുള്ള പക്ഷി സങ്കേതം, പോയിന്റ് കാലിമർ, പിച്ചാവരം, അതുപോലെ കണ്ടൽ കാടുകളിലെ നമ്മുടെ എന്താണ് മാംഗ്രോവ്സ് തുടങ്ങിയവയെല്ലാം എന്ത് ചെയ്യുന്നു? തീരസമുദ്രത്തിൽ ഈ തീരസമുദ്രം നമ്മുടെ കൊറമാൻഡൽ തീരസമുദ്രത്തെ എന്ത് ചെയ്യുന്നു? ബയോഡൈവേഴ്സിറ്റി റിച്ച് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. നാഗപട്ടണം അതുപോലെ കൂടല്ലൂർ ആർ ദ മെയിൻ ഫിഷിംഗ് ഹാർബേഴ്സ്. പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ അതായത് മത്സ്യബന്ധന തുറമുഖങ്ങളാണ് ഏത്? നാഗപട്ടണം. ഏതാണ്? നാഗപട്ടണം. അതുപോലെ തന്നെ കുടല്ലൂർ. നാഗപട്ടണം അതുപോലെ കടലൂർ എന്ന് പറയുന്നത് അല്ലെ. മറീന ബീച്ച് അല്ലെ. ചെന്നൈ ചെന്നൈ മറീന ബീച്ച് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് ഇത്. ചെന്നൈയിലെ മറീന ബീച്ച് ഉണ്ട്. ചെന്നൈ കോസ്റ്റ് ഈസ് ഫേമസ് ടൂറിസ്റ്റ് സെന്റർ. ചെന്നൈ തീരത്തെ മറീന ബീച്ച് എന്താണ്? വളരെ പ്രധാനപ്പെട്ട എന്താണ് വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് വെസ്റ്റേൺ കോസ്റ്റും ഈസ്റ്റേൺ കോസ്റ്റും, കിഴക്കൻ തീരസമുദ്രവും പടിഞ്ഞാറൻ തീരസമുദ്രവും തമ്മിലുള്ള വ്യത്യാസം, കമ്പാരിസൺ നമ്മൾ പഠിച്ചു. ഇത് ഡിഫറൻസ്. അതായത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പടിഞ്ഞാറ് തീരസമുദ്രത്തെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അതായത് ഗുജറാത്ത് കോസ്റ്റ്, പിന്നെ കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. അതുപോലെ കിഴക്കൻ തീരസമുദ്രം ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോർത്തേൺ സിർക്കാസിലെ വടക്കൻ സിർക്കാസും കൊറമാൻഡൽ തീരവും അല്ലെ. ഇതിന് ഓരോന്നും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. മക്കൾ എന്ത് ചെയ്തൊക്കെ എഴുതി പഠിക്കുക അല്ലെങ്കിൽ പറഞ്ഞു പഠിക്കുക, മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യുക? ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗങ്ങളുമായി തൊട്ടടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.